ഹായ്, ഇന്നതാ നമ്മൾ വീണ്ടും കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റമാണ് തയ്യാറാക്കുന്നത്. അതായത് അടിപൊളിയായിട്ടുള്ള ഒരു വാൾ ഡെക്കോർ, അതായത് നമുക്ക് ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെക്കാൻ കഴിയുന്ന അടിപൊളിയായിട്ടുള്ള വാൾ ഡെക്കോറാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ ആദ്യം നമ്മൾ 30 സെൻറ്റിമീറ്റർ വീതിയും 40 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 30 സെൻറ്റിമീറ്ററിൻ്റെ നടുഭാഗം അടയാളപ്പെടുത്തണം. അതിനുശേഷം അതായത് നടുഭാഗം 15 സെൻറ്റിമീറ്റർ ആണല്ലോ വരിക. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ നമ്മൾ താഴോട്ട് അടയാളപ്പെടുത്തിയ ശേഷം ഇതേപോലെ വരച്ചെടുക്കുന്നു. അപ്പോൾ അതാ ഇതേപോലെ വരച്ചെടുത്തു. രണ്ട് സൈഡും നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ 3 പീസ് കാർഡ്ബോർഡ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത 3 കാർഡ്ബോർഡിൽ 2 കാർഡ്ബോർഡ് മാറ്റി വെച്ച് ഒരു കാർഡ്ബോർഡിൽ നമ്മൾ ഇതേപോലെ, അതായത് രണ്ട് സൈഡിൽ നിന്നും 3 സെൻറ്റിമീറ്റർ വീതം അടയാളപ്പെടുത്തി ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒരു റൗണ്ട് പാത്രം, എന്തെങ്കിലും പാത്രത്തിൻ്റെ മൂടി എന്തെങ്കിലും എടുത്തതിന് ശേഷം നമ്മൾ മുകൾ ഭാഗത്തേക്ക് നമ്മളൊരു ആർച്ച് പോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വരച്ചെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ നടുഭാഗം, അതായത് നമ്മൾ ആർച്ച് പോലെ വരച്ചതിൻ്റെ അതേപോലെ ഇതിൻ്റെ നടുഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനി നമ്മൾ 2 കാർഡ്ബോർഡ്, നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത 2 കാർഡ്ബോർഡ് ഉണ്ട്, അത് നമ്മൾ ഒന്നിന് മേലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം. പിന്നെ അത് നമ്മൾ ഇതേപോലെ 10 സെൻറ്റിമീറ്റർ വീതിയിൽ കുറച്ച് കാർഡ്ബോർഡുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് നമ്മൾ 10 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡ് ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ബോർഡറിലൂടെ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ 2 സൈഡിൽ നമ്മൾ ഒട്ടിച്ചു. ഇനി നമുക്ക് അടിഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. അടിഭാഗത്ത് നമ്മൾ ഒന്നിന് മേലെ ഒന്നായിട്ട് 2 ഷീറ്റുകൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചുറ്റും ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആർച്ച് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ആർച്ച് കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കി ഭാഗം കാർഡ്ബോർഡിൻ്റെ എടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ആർച്ചായിട്ട് കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 3 കള്ളികളുള്ള ഒരു ആർച്ചായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് നമ്മുടെ മുകളിലെ ആർച്ചിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതാ 2 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ കുറച്ച് കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ആർച്ചിൻ്റെ ബോർഡറായിട്ട് നമ്മൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ വീണ്ടും നമ്മൾ 2 സെൻറ്റിമീറ്റർ വീതിയിൽ കുറച്ച് കാർഡ്ബോർഡുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഇതിൻ്റെ സൈഡിൽ, അതായത് നമ്മുടെ ആർച്ചിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ വരുന്ന അളവിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ.
അപ്പോൾ അത് കുറച്ച് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ രണ്ട് സൈഡ് ഭാഗങ്ങളിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതായത് ഒന്നിന് മുകളിലേക്ക് ഒന്ന് കയറ്റി വെച്ചിട്ടാണ് നമ്മളത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് ഒട്ടിക്കാം. അപ്പോൾ അത് രണ്ട് സൈഡിൽ നമ്മൾ ഒട്ടിച്ചു. ഇനി നമ്മൾ അടിഭാഗത്തേക്ക് ഇതേപോലെ 2 കാർഡ്ബോർഡ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ അടിഭാഗത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 2 സെൻറ്റിമീറ്റർ വീതിയിൽ 3 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതേപോലെ കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ മേൽക്കൂര ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മേൽക്കൂരയിൽ നമുക്ക് ഇതേപോലെ അത് ഒട്ടിച്ചു കൊടുക്കാം. താഴത്തെ ഒരു വരി കറക്റ്റ് ഒട്ടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒന്ന് മുകളിലോട്ട് ഒന്ന് താഴോട്ട് എന്ന രീതിയിലാണിത് ഒട്ടിക്കുന്നത്. അപ്പോൾ അത് മേൽക്കൂരയുടെ 2 സൈഡ് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ടോപ്പ് ഭാഗം ഇതേപോലെ ഒരു കാർഡ്ബോർഡ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കും. ഇനി നമ്മൾ ഇതേപോലെ കാർഡ്ബോർഡിൻ്റെ ഒരു ഭാഗം പൊളിച്ചെടുത്തതിന് ശേഷമുള്ള ഈ ഷീറ്റിൽ നിന്ന് ഇതേപോലെ 2 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് അത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ 1 സെൻറ്റിമീറ്റർ വീതിയിൽ ഒരു 2 സെൻറ്റിമീറ്റർ നീളമുള്ള കുറച്ച് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ 2 സൈഡ് ഭാഗങ്ങൾ നമുക്കൊരു ഇഷ്ടിക പോലെ ചെയ്തെടുക്കണം, ഡിസൈൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടി നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇത് ഓരോ പീസ് ഒട്ടിക്കുന്നത്. അപ്പോൾ അത് 2 ഭാഗവും നമ്മൾ അതേപോലെ മേൽക്കൂരി ഒട്ടിച്ചു. അതേപോലെ തന്നെ 2 സൈഡും നമ്മൾ ഇതേപോലെ ഇഷ്ടിക പോലെ ഡിസൈൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് കുറച്ച് വാൾപുട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. ആ വാൾപുട്ടിയിലേക്ക് നമ്മൾ കുറച്ച് ഫെവിക്കോൾ കൂടി അപ്ലൈ ചെയ്തതിന് ശേഷം വെള്ളം ചേർത്ത് നന്നായിട്ടൊരു ടൈറ്റ് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ നന്നായിട്ടിത് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും, അതായത് പുറം ഭാഗത്ത്, ഉൾഭാഗത്ത്, എല്ലാ സൈഡ് ഭാഗത്തെല്ലാം നമ്മൾ ഇതേപോലെ ഈ വാൾപുട്ടി നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ വാൾപുട്ടി ബ്രഷ് ചെയ്തെടുത്ത് ഇനി ഇത് ഉണങ്ങിയിട്ടാണ് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ വാൾപുട്ടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗത്ത്, നമ്മൾ ഇഷ്ടിക ഡിസൈൻ ചെയ്ത ഭാഗത്ത് അതിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ ഇതേപോലെ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗത്ത് നമ്മൾ ഇതേപോലെ ബ്ലാക്ക് കളർ അടിച്ചെടുത്തു. ഇനി ഇതിൻ്റെ മുൻഭാഗത്ത്, അതേപോലെ തന്നെ ഉൾഭാഗത്ത്, മുകൾ ഭാഗത്ത്, കീഭാഗത്തൊക്കെ നമ്മൾ ഇതേപോലെ എമൽഷനാണ് അടിച്ചു കൊടുക്കുന്നത്. എമൽഷൻ അതായത് ടെറാക്കോട്ട കളറാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതായത് മുഴുവനായിട്ടും നമ്മൾ ഇതേപോലെ അടിച്ചെടുത്തു. ഇനി ഇത് ഉണങ്ങിയിട്ടാണ് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ പെയിൻ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത കട്ടയുടെ മുകളിൽ, അതായത് നമ്മൾ ഇഷ്ടിക പോലെ ഡിസൈൻ ചെയ്തെടുത്ത ഭാഗത്ത് നമ്മൾ ആ കട്ടയുടെ മുകളിൽ നമ്മൾ ഇതേപോലെ ചുവന്ന കളറ് നമ്മൾ അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ അടിച്ച എല്ലാ പെയിൻറ്റുകളും ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ, അതായത് നമ്മുടെ മേൽക്കൂരയുടെ മുകളിലും അതേപോലെ തന്നെ സൈഡ് ഭാഗത്തും നമ്മൾ ഇതേപോലെ സ്ലീക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു തിളക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലീക്ക് അടിച്ചു കൊടുക്കുന്നു. ഇനി നമ്മളിതിൻ്റെ മുൻഭാഗത്തും ഉൾഭാഗത്തും, അതായത് സ്ലീക്കിൽ നമ്മൾ കുറച്ച് ബ്ലാക്ക് പെയിൻറ്റ് ഉറ്റിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മരത്തിൻ്റെ, ഒരു വുഡിൻ്റെ കളർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അടിച്ച സ്ലീക്കൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒരു വയറിലൊരു വൾ ബോർഡർ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ സൈഡ് ഭാഗത്ത് ഒരു ഹോൾ ഇട്ടതിന് ശേഷം അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ട്.
പിന്നെ നമ്മൾ മുകൾ ഭാഗത്ത് തന്നെ ഈ സൈഡിൽ ബാക്ക് സൈഡിൽ നമ്മളൊരു ഹോൾ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ചുമരിൽ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ചുമരിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മണി പ്ലാന്റുകളൊക്കെ വെക്കാം. നമുക്ക് ഇതേപോലെ മണി പ്ലാന്റുകളോ ഫ്ലവറുകളോ ഒക്കെ വെക്കാം. അപ്പോൾ ലൈറ്റൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാത്രി കാഴ്ച അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇൻഡോർ പ്ലാന്റുകൾ, ചെറിയ ഇൻഡോർ പ്ലാന്റുകൾ കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഫ്ലവറുകൾ കൊടുക്കാം. ഇതേപോലെ ഫ്ലവറുകൾ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കാർഡ്ബോർഡ് കൊണ്ടുള്ള വാൾ ഡെക്കോറും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.